ഗവർണർ SFI പോര് അതിരൂക്ഷമാകുന്നതിനിടെ ചാനൽ ചർച്ചകളും ഇതേ വിഷയമാണ് സംസാരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ അഭിലാഷ് നയിക്കുന്ന ചാനൽ ചർച്ചയിൽ അതിഥികളായി എത്തിയവരിൽ ഒരാൾ BJP വക്താവ് B. ഗോപാലകൃഷ്ണൻ. അഭിലാഷിന്റെ ആദ്യത്തെ ചോദ്യം V. ഗോപാലകൃഷ്ണന് നേരെയായിരുന്നു. നിങ്ങൾ ഗവർണറെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അദ്ദേഹം മിഠായി തെരുവിൽ പോകുന്നു, ജനങ്ങളോടൊപ്പം സെൽഫി എടുക്കുന്നു, മധുരം കഴിക്കുന്നു, കുട്ടികളെ എടുത്ത് ഒക്കത്ത് വയ്ക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരം കലാപരിപാടികളൊക്കെ കാണാറ്. പക്ഷേ ആ ചോദ്യം ചോദിച്ച അഭിലാഷിന് തെറ്റിപ്പോയി. ഒരു പഴയ SFIക്കാരൻ്റെ രോധനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ അതിനു മറുപടി നൽകിയത്. വല്ലാത്ത വിഷമമുണ്ടല്ലേ, ഒരു പഴയ SFIക്കാരൻ്റെ രോദനം മാതിരിയുണ്ട്. ഗവർണർ പേടിയിലാണ് സർക്കാരും മന്ത്രിമാരും ഇടതുപക്ഷവും ഒക്കെ ഉള്ളതെന്ന് ഗോപാലകൃഷ്ണൻ ആ ചർച്ചയിലൂടെ സ്ഥാപിച്ചെടുത്തു. ഗവർണറെ സർവകലാശാലയിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു. ഗവർണർ സർവകലാശാലയിൽ കാലുകുത്തി. ഗവർണർക്കെതിരെ തങ്ങൾ ബാനറുകൾ കെട്ടി ആഘോഷിക്കും എന്ന് പറഞ്ഞു. കെട്ടിയ ബാനറുകൾ മുഴുവൻ ഗവർണർ അഴിപ്പിച്ചു. അതും പോരാഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ജനങ്ങളിൽ ഒരാളായി മാറി. അവരോടൊപ്പം ഇടപഴകി, മധുരം നുണഞ്ഞു. ഇതിൻ്റെ അപ്പുറം എങ്ങനെയാണ് ഗവർണർ SFIക്ക് മറുപടി നൽകേണ്ടതെന്നും ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. ഗവർണർ ഇതൊക്കെ ചെയ്തത് പോലീസിന്റെ അകമ്പടിയോടെയാണ് എന്നാണ് SFIയും ഇടതുപക്ഷവും വിമർശിച്ചത്. എന്നാൽ ഗവർണർ ഇന്നലെ രാവിലെ മുതൽ തനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ യാതൊരു സുരക്ഷയും ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ SFIയുടെ ആ വാദവും പൊളിഞ്ഞു വീഴുന്ന കാഴ്ച കേരളത്തിൽ കണ്ടില്ലേ എന്നും ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ച അഭിലാഷിനെ പ്രതിരോധത്തിലാക്കുന്ന മറുപടിയായിരുന്നു ഗോപാലകൃഷ്ണൻ നൽകിയത്. മാത്രമല്ല, ഗവർണർ ഇന്നലെ കോഴിക്കോട് മിഠായി തെരുവിൽ നടത്തിയതാണ് യഥാർത്ഥ നവകേരള യാത്രയെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങളെ കണ്ട്, ജനങ്ങളോട് കുശലാന്വേഷണം നടത്തി, ജനങ്ങളോടൊപ്പം മധുരം നുണഞ്ഞ് അവരിൽ ഒരാളായി അവരുടെ തെരുവിൽ ഒപ്പം നടക്കുന്നതാണ് നവകേരള യാത്ര എന്ന് പലരും മനസ്സിലാക്കണമെന്ന ഉപദേശവും ഗോപാലകൃഷ്ണൻ നൽകുന്നു. ഗവർണറുടെ അടുത്ത് വെറുതെ വേഷം കെട്ടെടുക്കാൻ പോകണ്ട എന്ന ഉപദേശം കൂടി റഹീമിനെ ചർച്ചയിലിരുത്തിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ നൽകുകയുണ്ടായി. പങ്കായം കണ്ടപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയ ഇരട്ടച്ചങ്കോ ഒറ്റച്ചങ്കോ ഒക്കെയുള്ള ആൾക്കാരെ പോലെയല്ല ഗവർണർ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ച് പരിഹസിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങ് ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് SFIയെയും CPMനെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഗവർണർ കാണിച്ചു തന്നുവെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മാത്രമല്ല, അവതാരകൻ അഭിലാഷിനെ ഒരു പഴയ SFIക്കാരൻ എന്ന് മുദ്രകുത്തി പരിഹസിക്കാൻ ലഭിച്ച അവസരമൊന്നും ഗോപാലകൃഷ്ണൻ പാഴാക്കിയതുമില്ല. ചർച്ചയിലുടനീളം SFIക്കെതിരെ ഗവർണർ നിലപാട് കടുപ്പിക്കുകയാണ്. ഒരിഞ്ചു പോലും പിന്നോട്ടില്ല എന്നത് തന്നെയാണ് ഗവർണറുടെ നിലപാട്. അതിനിന്നലെ സാക്ഷ്യം വഹിച്ചത് കോഴിക്കോട് തെരുവാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാർ പ്രതിനിധീകരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ എല്ലാ ചട്ടുകങ്ങളും CPM, DYFI, SFI എന്നു തുടങ്ങി ആ പാർട്ടിയോട് വിധേയത്വമുള്ള മുഴുവൻ ആളുകളും, മുഴുവൻ സംഘടനകളും ഒറ്റക്കെട്ടായി ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു. അയാൾക്കെതിരെ കല്ലുകൾ എറിയുന്നു. അത്രമേൽ അവരയാളെ ഭയക്കുന്നുവെന്നും ചാനൽ ചർച്ചയിൽ മറുപടിയായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു.